നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. മാലിങ്കര SNM കോളേജിന്റെ 60ാമത് വാർഷികാഘോഷങ്ങൾ സമാപിച്ചു. മാലിങ്കര SNM കോളേജിന്റെ ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിന്റെ ഔപചാരിക ഉദ്ഘാടനം ഹൈബി ഈഡൻ NB നിർവഹിച്ചു. ഈ പരിസര പ്രദേശത്തെ പറവൂർ, മൂത്തകുന്നം, മാലിങ്കര ഈ പ്രദേശത്തെ സാമൂഹ്യ വികാസത്തിന് വലിയ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു ഉന്നത വിദ്യാഭ്യാസ കേന്ദ്രമാണ്. സ്കൂളുണ്ട്, BEd കോളേജുകളുണ്ട്, ഹയർ സെക്കൻഡറി സ്കൂളുകളുണ്ട്. ഞാൻ അനന്തമാഷിൻ്റെ നിർദ്ദേശാനുസരണം അവരുടെ ഹയർ സെക്കൻഡറി സ്കൂളിന് ഒരു MP ഫണ്ടിൽ നിന്ന് ഒരു 25 ലക്ഷം രൂപയുടെ ഒരു ബസ് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ പ്രവർത്തനങ്ങൾ നന്നായി നടക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കേന്ദ്ര സർക്കാരിൻ്റെ കൂടുതൽ ഫണ്ടുകൾ. HNDP സഭ പ്രസിഡന്റ് KV അനന്തൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കോളേജ് മാനേജർ D മധു സ്വാഗതം ആശംസിച്ചു. കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ TS ജിത ആമുഖ പ്രഭാഷണവും HMDP സഭ സെക്രട്ടറി KS ബാലസുബ്രഹ്മണ്യം മുഖ്യപ്രഭാഷണവും നടത്തി. MG സർവകലാശാല സിൻഡിക്കേറ്റ് അംഗം ഡോക്ടർ ജോർജി അലക്സ് ജൂബിലി സന്ദേശം നൽകി. MG സർവകലാശാല പരീക്ഷാ കൺട്രോൾ ഡോക്ടർ CM ശ്രീജിത്ത്, സ്മൃതി മംഗലം പ്രസിഡന്റ് CS രാജേഷ്, PTA വൈസ് പ്രസിഡന്റ് TM ഷാജൻ, കോളേജ് യൂണിയൻ വൈസ് ചെയർപേഴ്സൺ നവ്യ എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു. വജ്ര ജൂബിലി ആഘോഷ കമ്മിറ്റി കോർഡിനേറ്റർ ബിൻഷ B യോഗത്തിന് നന്ദി അറിയിച്ചു. സമാപന സമ്മേളനത്തിൽ കോളേജ് വൈസ് പ്രിൻസിപ്പൽ ഡോക്ടർ ശ്രീജാമോൾ PR, IQACU കോർഡിനേറ്റർ ഡോക്ടർ നീന P, സെൽഫ് ഫിനാൻസിംഗ് കോർഡിനേറ്റർ ഡോക്ടർ നിഖിൽ AB, വിദ്യാഭ്യാസ സാംസ്കാരിക രംഗങ്ങളിലെ പ്രമുഖർ, HMDP സഭ കമ്മിറ്റി അംഗങ്ങൾ, മുൻ അധ്യാപിക അനധ്യാപകർ, സഹോദര സ്ഥാപന മേധാവികൾ, പൂർവ്വ വിദ്യാർത്ഥികൾ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ വിഭാഗങ്ങളുടെ എക്സിബിഷനുകളും സെൽഫ് ഫിനാൻസിംഗ് വിഭാഗത്തിന്റെ ഫുഡ് ഫെസ്റ്റും സമ്മേളനത്തോടനുബന്ധിച്ച് നടന്നു. കൃത്യമായ മുന്നൊരുക്കങ്ങളോടെയും ദീർഘവീക്ഷണത്തോടെയും സംഘടിപ്പിച്ച ഡയമണ്ട് ജൂബിലി ആഘോഷങ്ങൾ കോളേജിന്റെ 6 പതിറ്റാണ്ടുകളേറെ നീണ്ട വിദ്യാഭ്യാസ സംഭാവനകളും സാമൂഹിക ഇടപെടലുകളും ഓർമ്മിപ്പിക്കുന്നതിനോടൊപ്പം ഭാവിയിലേക്കുള്ള പുതിയ ദിശകളും ലക്ഷ്യങ്ങളും ചർച്ച ചെയ്ത വേദിയാണെന്ന് സംഘാടകർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പറവൂർ.